കൂർത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ തലക്കടിച്ച് കൊലപ്പെടുത്തുക, ശേഷം ആഭരണങ്ങൾ മോഷ്ടിക്കുക. ഒന്നും രണ്ടുമല്ല, 7ഓളം സമാന കൊലപാതകങ്ങൾ. പറഞ്ഞു വരുന്നത് റിപ്പർ ജയാനന്ദൻ എന്ന കേരളത്തെ വിറപ്പിച്ച കൊലക്കേസ് പ്രതിയെ പറ്റിയാണ്. 17 വർഷമായി ജയിലിൽ കഴിയുന്ന റിപ്പർ ജയാനന്ദൻ ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അത് പക്ഷേ അയാൾ ചെയ്ത കൊലപാതകങ്ങളുടെ പേരിലല്ല. റിപ്പർ ജയാനന്ദൻ എന്ന കൊടും കുറ്റവാളിയിൽ നിന്ന് ജയാനന്ദൻ എന്ന എഴുത്തുകാരൻ പിറന്നതിന്റെ കഥയാണ് എല്ലാവരും സംസാരിക്കുന്നത്. കൊച്ചിയിലെ ഇരട്ട കൊലക്കേസ് ഉൾപ്പെടെ വിവിധ കൊലക്കേസുകളിൽ പ്രതിയായ റിപ്പർ ജയാനന്ദന് വീണ്ടും ഹൈക്കോടതി പരോൾ അനുവദിച്ചു. തടവിൽ കഴിയുന്ന സമയത്ത് ജയാനന്ദൻ എഴുതിയ പുലരി വിരയും മുമ്പേ എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിനായാണ് പരോൾ. ഈ മാസം 22, 23 തീയതികളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ജയാനന്ദന് പുറത്തിറങ്ങാം. ഡിസംബർ 23 രാവിലെ 10:30 കൊച്ചിയിലാണ് ജയാനന്ദന്റെ പുസ്തകത്തിന്റെ പ്രകാശനം. ഡോക്ടർ സുനിൽ പി ഇളയിടമാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഭാര്യ ഇന്ദിരയാണ് ജയാനന്ദന് പരോൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അഭിഭാഷക കൂടിയായ മകൾ കീർത്തി നടത്തിയ ധീരോജ്വലമായ നിയമ പോരാട്ടത്തിലാണ് ജയാനന്ദന് പരോളിന് വഴിയൊരുക്കിയത്. കഴിഞ്ഞ 17 വർഷമായി തടവിൽ കഴിയുന്ന ജയാനന്ദൻ നിലവിൽ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുകയാണ്. മൂത്ത മകളുടെ വിവാഹ ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നതിന് ഈ വർഷം മാർച്ചിലും ജയാനന്ദന് ഹൈക്കോടതി പരോൾ അനുവദിച്ചിരുന്നു. 2 ദിവസത്തെ എസ്കോർട്ട് പരോളാണ് ഹൈക്കോടതി അന്ന് അനുവദിച്ചത്. അഭിഭാഷകയായ മകളുടെ അപേക്ഷ പരിഗണിച്ച് പൂർണ്ണ സമയവും പോലീസ് അകമ്പടിയോടെയായിരുന്നു പരോൾ. നീണ്ട 17 വർഷത്തെ വാസത്തിനിടെ ജയാനന്ദൻ അനുവദിക്കപ്പെട്ട ആദ്യ പരോളായിരുന്നു അത്. 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ആളാണ് ജയാനന്ദനെന്നും 17 വർഷത്തെ നീണ്ട ജയിൽവാസം അനുഭവിച്ച ആളാണെന്നതുമാണ് പരോൾ അനുവദിക്കുന്നത് കാരണമായി കോടതി എടുത്തു പറഞ്ഞത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജയാനന്ദന് സാധാരണ പരോളിന് അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഭരണഘടനാ കോടതികൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയാണ് 2 ദിവസം പകൽ സമയത്ത് പരോൾ അനുവദിച്ചത്. പരോൾ ലഭിക്കുന്നതിനായി ഈ കോടതിക്ക് മുന്നിൽ മകൾ നടത്തിയ നിയമപോരാട്ടം ഹർജിക്കാരുടെ ഭർത്താവ് മനസ്സിലാക്കണം. എസ്കോർട്ട് പരോളിൽ പുറത്തു പോകുമ്പോൾ പരോൾ അനുവദിക്കപ്പെട്ട 2 ദിവസവും കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. പരോൾ ലഭിക്കുന്നതിനായി ഭാര്യയും മകളും നടത്തിയ നിയമപോരാട്ടം പ്രതിയുടെ മനസ്സിലുണ്ടാകണം. അവർ 2 പേരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് ഈ വിധി. ഈ മകൾ പിതാവിനെ അകമഴിഞ്ഞു സ്നേഹിക്കുന്നു. പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിയമവിധേയമായി ഈ നിയമപോരാട്ടം ഇരുവർക്കും യഥോചിതം തുടരുന്നതിന്റെ കോടതി നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 5 കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പിതാവിന് അവസരം ഉറപ്പാക്കുന്നതിനായി മകൾ നടത്തിയ നിയമപോരാട്ടം അഭിനന്ദനീയമാണ്. അമ്മയെപ്പോലെ തന്നെ പിതാവും ഓരോ കുഞ്ഞിന്റെയും ഉള്ളിൽ ഹീറോയാണ്. കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടി. ഇരട്ട കൊലക്കേസ് ഉൾപ്പെടെ വിവിധ കൊലക്കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് ജയാനന്ദൻ. പുത്തൻവേലിക്കരയിൽ ദേവകി എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ജയാനന്ദനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. 7 കേസുകളിൽ 5 എണ്ണത്തിൽ കുറ്റവിമുക്തനാക്കി. പുത്തൻവേലിക്കര കൊലപാതകം തൃശൂർ ജില്ലയിലെ മാള പുളിപ്പറമ്പിൽ പഞ്ഞിക്കാടൻ ജോസ്, മാള പള്ളിപ്പുറം കഞ്ഞിപ്പറമ്പിൽ നബീസ, മരുമകൻ കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി ഫൗസിയ, പെരിഞ്ഞനം കുറ്റിലക്കടവിലെ വ്യാപാരി കളപ്പുരയ്ക്കൽ സഹദേവൻ, ഭാര്യ നിർമ്മല, പറവൂർ ടൗണിലെ ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരൻ നന്ദ്യാട്ടുകുന്നം അച്ചംചേരിൽ സുഭാഷൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിലും ജയാനന്ദനായിരുന്നു പ്രതിസ്ഥാനത്ത്. പോണക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം 74കാരിയെയും ബന്ധുവായ നാരായണ അയ്യരെയും തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ 2021 ഡിസംബറിൽ റിപ്പർ ജയാനന്ദനെ അറസ്റ്റ് ചെയ്തിരുന്നു. 2004 മെയ് 30-നായിരുന്നു കൊലപാതകം. കൊല നടന്ന വീട്ടിൽ നിന്ന് ജയാനന്ദൻ 44 പവൻ സ്വർണ്ണാഭരണങ്ങളും 15 ഗ്രാം വെള്ളി നാണയങ്ങളും കവർന്നിരുന്നു. വയോധികയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും പോലീസ് കണ്ടെത്തി. പോണക്കര കൊലപാതക വിവരങ്ങൾ ഇയാൾ സഹതടവുകാരുമായി പങ്കുവെച്ചതാണ് കേസിന് തുമ്പായത്. ഇതിനിടെ 2 തവണ ജയിൽ ചാടിയും റിപ്പർ ജയാനന്ദൻ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. 2013 പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ് ആദ്യം ജയിൽ ചാടിയത്. രാത്രി സെല്ലിന്റെ പൂട്ട് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അറുത്തു മാറ്റിയാണ് അന്ന് രക്ഷപ്പെട്ടത്. വിവരം പെട്ടെന്ന് അറിയാതിരിക്കാൻ സെല്ലിൽ തലയിണയും കിടക്കയും മനുഷ്യാകൃതിയിൽ വെച്ചു. അറ്റകുറ്റപ്പണിക്കായി ജയിൽ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന മുളയും മറ്റ് തടികളും തുണി കൊണ്ട് കൂട്ടിക്കെട്ടി ഏണിയുണ്ടാക്കിയാണ് അന്ന് ജയിൽ ചാടിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അഴികൾക്കിടയിലൂടെ കടക്കാൻ പട്ടിണി കിടന്ന് മെലിഞ്ഞാണ് ജയാനന്ദൻ രക്ഷപ്പെട്ടത്.